മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വമിശിഹായി സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, യോർദാനിൽ പോയി കുളിച്ച് 7 പ്രാവശ്യം കുളിച്ച് ശുദ്ധി വരുത്തി കുഷ്ഠം പൂർണ്ണമായും മാറിയ നാമാനും ഭൃത്യന്മാരും തിരിച്ച് ദൈവപുരുഷനായ ഏലീശായുടെ അടുത്തെത്തി. എന്നിട്ട് പറയുകയാണ്, ഭൂമിയിൽ ഇസ്രായേലിൻ്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. അങ്ങ് എന്നിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാൽ. അദ്ദേഹം കൊണ്ടുപോയിരിക്കുന്നത് 10 താലന്ത് വെള്ളിയും 6000 ഷെക്കൽ സ്വർണവും 10 വിശിഷ്ട വസ്ത്രങ്ങളുമാണ്. അങ്ങയുടെ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാൽ. എന്നാൽ ദൈവപുരുഷൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഞാൻ സേവിക്കുന്ന കർത്താവാണ്, ഞാൻ സ്വീകരിക്കുകയില്ല. നാമാൻ നിർബന്ധിപ്പിച്ചു, എന്നാൽ പ്രവാചകൻ അത് സ്വീകരിച്ചില്ല. നാമാൻ പറയാണ്, അങ്ങനെയെങ്കിൽ ദാസന് 2 കഴുതച്ചുമട് മണ്ണ് തരണമെന്ന് യാചിക്കുന്നു. ഇനിമേൽ കർത്താവിനല്ലാതെ ഞാൻ ദഹനബലിയോ കാഴ്ചയോ അർപ്പിക്കുകയില്ല. കർത്താവ് ഒരു കാര്യത്തിൽ എന്നോട് ക്ഷമിക്കട്ടെ. എൻ്റെ യജമാനൻ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി പോകുമ്പോൾ എൻ്റെ കയ്യിൽ ചാരിക്കൊണ്ടാണ് പോവുക. ഞാൻ അവിടെ വണങ്ങുന്നത് കർത്താവ് എന്നോട് ക്ഷമിക്കട്ടെ. ദൈവപുരുഷനായ എലീശ പറയുന്നു, നീ സമാധാനത്തോടു കൂടെ പോവുക. പ്രൈസ് ദി ലോർഡ്. സൗഖ്യം ലഭിച്ച വ്യക്തി തിരിച്ചു ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുക. ഇന്ന് പലരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം സ്വീകരിച്ചു കഴിയുമ്പോൾ തിരിച്ചു ചെന്ന് പറയുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ തയ്യാറാകുന്നില്ല. ഇവിടെ സിറിയയുടെ സർവ്വസൈനാധിപനായ നാമാൻ ഇസ്രായേലിൻ്റെ പ്രവാചകനായ ഏലീശയുടെ മുമ്പിൽ വന്ന് ദൈവം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഏറ്റുപറയുകയും ഭൂമിയിൽ ഇസ്രായേലിൻ്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഞാൻ മറ്റൊരു ദൈവത്തിനും ആരാധന അർപ്പിക്കുകയോ കാഴ്ചകളോ നൽകുകയില്ലെന്ന് തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ ദാസനായി തീരുന്ന, അല്ലെങ്കിൽ എലീശയോട് പറയുന്ന, അങ്ങയുടെ ദാസൻ്റെ കാഴ്ചകൾ സ്വീകരിക്കണമെന്നാണ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾക്കും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയുവാനും ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 100 ഇരട്ടി സ്നേഹത്തോടുകൂടെ തിരിച്ചു വന്ന് ദൈവപ്രീതിക്കായി ശുശ്രൂഷകൾ ചെയ്യുവാനും ദൈവം നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മ ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.